ഇത് ചരിത്ര നിമിഷം. ഇത് കാണാൻ നമ്മുടെ കണ്ണിന് കാഴ്ച നൽകിയ അല്ലാഹുവിന് സ്തുതി. അൽഹംദുലില്ലാഹ്. ഈ നിമിഷങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. വിദഈ നേതാക്കൾക്ക് തങ്ങളുടെ പിന്മുറക്കാരിൽ സ്വാമിമാർ പിറക്കാതിരിക്കാൻ മഹാന്മാരെ ബഹുമാനിച്ചേ തീരൂ. ഇത് തെളിയിക്കുകയാണ് ബഷീർ മാസ്റ്റർ. EK ഹസൻ മുസ്ലിയാർ എന്ന സുന്നി പണ്ഡിത തേജസിന്റെ സമക്ഷത്തിങ്കിലേക്ക് വിലാസം മാറി ഉമർ മൗലവി അയച്ച കത്ത് ചരിത്രത്തിലെ കറുത്ത അധ്യായമായിരുന്നു. ആ കണക്ക് തീർത്ത സുന്നി പ്രവർത്തകർ ഉമർ മൗലവിയുടെ മകന് ആ കത്ത് തിരിച്ചേൽപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിന്റെ എന്നല്ല മുസ്ലിം ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന EK ഹസൻ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ശൈഖുന EK ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൗലവി EK ഹസൻ മുസ്ലിയാർ താങ്കൾ മുസ്ലിമാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനു വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങിതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മൗലവി ഉമർ മൗലവി മരിച്ചതിന് ശേഷം ഒരു മാല എഴുതിയില്ലേ? ആ മാലന്റെ ഒന്നാമത്തെ വരി എന്താ? നിങ്ങള് സ്വർഗത്തിലേക്ക് വേദന ശാന്തീതൻ സായുജ്യമാകുവാൻ മലയാള മണ്ണീനു സൗഭാഗ്യമായി നീ മൂന്നാമറായി ജീവിച്ച നാളുകൾ മായില്ല നിൻ വാക്കിൽ ധോരണിയൽ മാതം കല്ലും നെല്ലും നീക്കി സ്വീകരിച്ചോരീവർ പരശുരാമന്റേത് കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേത് മാത്രമല്ലേ ഗുരു. സമയമില്ലാത്തോണ്ട് അതിന്റെ വരിയൊക്കെ ഇങ്ങനെ അർത്ഥം വെച്ചാണ്ടല്ലോ. പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്നൊക്കെ പറയുന്നത് കഥ മാത്രമാണെങ്കിൽ ദക്ഷിണ കേരളം അങ്ങേടത് മാത്രമല്ല ഗുരു എന്ന് പറഞ്ഞാൽ മലയാള. അതിന് അറബി എന്താണെന്നറിയോ? ഷെയ്ഖേന. അവൻ നമ്മള് ഷെയ്ഖേന്ന് വിളിച്ചാൽ നരകത്തേക്ക്, അതിനെ മലയാളത്തിൽ കുരു എന്ന് വിളിച്ചാൽ സ്വർഗത്തേക്ക്. ഇത്ര കിഴക്കാ പടിഞ്ഞാറ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ എനിക്കൊരാൾ മറുപടി വന്നിട്ട് പറഞ്ഞു, മുസ്ലിയാരെ നിങ്ങളത് മാലയാണ് ഞങ്ങളത് കവിതയാണ്. ഓ, വലിയ മറുപടിയാ. ഞാനെന്തോ ചെയ്തറിയോ? ഞാൻ പറഞ്ഞു, ഏതായിരുന്നാലും ഈ മാലിയും മൗലിതും കിതാബൊക്കെ അടിച്ചത് തിരൂരങ്ങാടി പ്രശ്നമാണ് ഏറെക്കുറെ. അപ്പൊ അടുത്ത അച്ചടിയിൽ ഇങ്ങനെ തിരുത്തിക്കാളി. മമ്പുറം കവിത, മുഹിയുദ്ദീൻ കവിത, റിഫായി കവിത. നമുക്കിപ്പോ ഇതിന് മാലാന്ന് തന്നെ പേര് പറയണമെന്ന് ഒരു നിർബന്ധമില്ല. അല്ലെങ്കിൽ ഇപ്പൊ പേരില്ല ശിർക്കും തൗഹീദൊക്കെ ഉള്ളത്. ഇവരിത് കവിതയാണല്ലോ. എന്നാ നമ്മളിഞ്ഞ് ഒരു കുത്തുബിയത്ത് നടത്തുക, വിധേയത്തേരും വിളിക്കുക, ഓരും കൂടി വരണോണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് വിളിയില്. അതെന്താ? നമ്മൾ യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ വേണ്ട, അപ്പോൾ വരൂല. അപ്പൊ നമ്മൾ അവരും കൂടി വരണോണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെല്ലുക, ഓ ഗുരു മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇവര് വരുമോ ചെല്ലാന്? എന്ത് വർത്താനത്? നമ്മളെ മാലയിൽ എന്റെ മൂരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെക്കാക്കും മലക്ക് പറഞ്ഞോവർ എന്ന് പറയുമ്പോ ബരുവയ്ക്കുക. അതെങ്ങനെ ഇപ്പൊ തന്നെ ഒരാൾ സ്വർഗത്തില നരകത്തില എന്ന് ഇവിടുന്ന് പറയല എങ്ങനെയാണ്? ഇവരെ ചോദ്യമാണത്. എന്നാ ഈ മാലിയിൽ ഒരു വരി ഞാൻ കേൾപ്പിച്ചേറ്റങ്ങൾക്ക്. ഈ ഉമർമാലിയിൽ ഒരു വരി കാണാം. സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെയെങ്ങൂസം ബാധിച്ചു ഭൂമിയെ. ഉമർ മൗലവിന്റെ ഉള്ളം കൈയിലായിരുന്നു അത്ര സ്വർഗം. ഈ സ്വർഗവിശാലത അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്. ആലിംറാൻ 133 വചനം. അതിൽ അള്ളാഹ് പറയുന്നതറിയോ? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയാം, നിങ്ങളെ റബ്ബിലേക്ക് ഉളരിക്കോളി, സ്വർഗത്തിലേക്ക് ഉളരിക്കോളി. മിർ റബ്ബിക്കും വജന്ന അർളുഹാ അസ്സമാവാത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ.
ആകാശഭൂമിന്റെ വിശാലത അള്ളാന്റെ സ്വർഗത്തിനുണ്ടെന്ന. അപ്പൊ ഉമർ മൗലവിന്റെ ഉള്ളം കൈയിന്റെ വിശാലത എത്ര ഉണ്ടാവും? അസ്വർഗ ഇയാൾ ഉള്ളം കൈയിലായെങ്കിൽ. അപ്പൊ അതൊക്കെ ഞാൻ അവസാനിപ്പിക്കുക, അവരെ വിട്ടേക്കുക, അവരെ ആദർശം വലിച്ചെറിഞ്ഞേക്കുക. നമ്മൾ സുന്നത്തുമായത്ത കറകളഞ്ഞ അഹ്ലു സുന്നയുടെ യഥാർത്ഥ അഖീദയിൽ അടിയുറച്ചെന്ന് മരിച്ചു സ്വർഗം നേടുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ബദരീങ്ങളെ കാവൽ പടച്ചോ നമുക്ക് നൽകട്ടെ. അവരുടെ പേരിലുള്ള ഒരു മജ്ലിസിന്റെ വാർഷിക മജ്ലിസ് കൂടെയാണ് ഈ സദസ്സ്. അള്ളാഹു തആല അവരുടെ ബറക്കത്ത് കൊണ്ട് ഇവിടെ ആരൊക്കെ ഈ പരിപാടിക്ക് പ്രവർത്തിച്ചു, സഹായിച്ചു, ഇതിന്റെ പോസ്റ്റർ ഒട്ടിച്ചവർ, ഇതിന്റെ തോരണം കെട്ടിയവർ, ഈ സദസ്സൊരുക്കിയവർ, ഇതിന്റെ പ്രചാരകരായവർ, എല്ലാവർക്കും റബ്ബ് തആല ഖൈറും ബറക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് സന്തോഷത്തോടെ പിരിയാം. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.